നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റിയും കരിമ്പാസ് ഫുഡ്സും സംയുക്തമായി നിർധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കഴിഞ്ഞ 3 കൊല്ലമായി സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു ജനകീയ കൂട്ടായ്മയാണ് നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റി. കരിമ്പയിലെ വെറും 21 യുവാക്കളുടെ ആത്മാർത്ഥമായ താൽപര്യത്തിൽ തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ഇന്ന് 287 സജീവ അംഗങ്ങളുള്ള വലിയൊരു ട്രസ്റ്റായി വളർന്നു കഴിഞ്ഞു. ആദ്യകാലങ്ങളിൽ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമേകി തുടങ്ങിയ ഈ കൂട്ടായ്മ പിന്നീട് റോഡ് അപകടങ്ങളിൽപ്പെട്ട അടിയന്തര ചികിത്സ ആവശ്യമായി വരുന്ന കഠിനമായ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ഫണ്ട് സമാഹരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിശ്വസ്തമായ ഒരു ശൃംഖലയായി മാറി. എല്ലാ മാസവും അംഗങ്ങൾ നൽകുന്ന 100 രൂപയുടെ ചെറിയൊരു വീതം കൃത്യമായി നീക്കിവെച്ചതുകൊണ്ടാണ് കിടപ്പ് രോഗികൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആശുപത്രികളിൽ പോകാൻ പ്രയാസപ്പെടുന്നവർക്കും വലിയൊരു താങ്ങായി മാറാൻ കൂട്ടായ്മയ്ക്ക് സാധിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാരിറ്റബിൾ സൊസൈറ്റിയും കരിമ്പ ഫുഡ്സും സംയുക്തമായിട്ടാണ് ഈ പരിപാടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത് കരിമ്പയിലെ ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ 500ഓളം മെമ്പർമാർ 100 രൂപ വെച്ച് സമാഹരിച്ചിട്ടാണ് ഈ ചാരിറ്റി പ്രവർത്തിച്ചു പോകുന്നത്. ഇന്ന് നടക്കുന്ന ഈ ഓണക്കിറ്റ് വിതരണവും പാവപ്പെട്ട ആളുകളെ ഓരോ വാർഡിലെയും തെരഞ്ഞെടുത്ത് അതിന്റെ മെമ്പർമാരും ആശാ വർക്കർമാരും ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലിസ്റ്റാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരാണ് ഇന്നിവിടെ ഈ കിറ്റ് വാങ്ങാനും ഇവിടെ എത്തിയിട്ടുള്ളത്. 500ഓളം കുടുംബങ്ങൾക്കാണ് ഇന്ന് ഇവിടെ ഈ കിറ്റ് വിതരണം നടക്കുന്നത്. 3 കൊല്ലമായി തുടർച്ചയായി ഓണക്കാലത്ത് 300-ലധികം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാനും ഈ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ സ്കൂൾ പ്രവേശന സമയങ്ങളിൽ കുരുന്നുകൾക്ക് വേണ്ടി സ്കൂൾ കിറ്റുകളും നൽകിയും ഇക്കാലം അത്രയും ഈ ചാരിറ്റി പ്രവർത്തിച്ചു വരുന്നു. നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റിയും കരിമ്പാസ് ഫുഡ്സും സംയുക്തമായി നടത്തിയ ഓണക്കിറ്റ് വിതരണം നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ഓണക്കിറ്റ് നൽകി നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഈ നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഇന്നത്തെ കാലത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തെ ഓരോരുത്തരും ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ ഈ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയിലെയും ഓണം ആഘോഷിക്കാതിരിക്കരുത് എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇനിയും ഉയർച്ചയിൽ എത്താൻ കൂടി കഴിയട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നുണ്ട്. കാരണം നമ്മളെ പോലെയുള്ള ഓരോരുത്തരുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഇനിയും ഉയർച്ചയിലെത്താൻ കൂടി കഴിയട്ടെ എന്ന് കൂടി ഞാൻ ഇതോടൊപ്പം അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു ഓണാശംസകളും കൂടി വീണ്ടും അറിയിച്ചുകൊണ്ട് ഈ മനോഹരമായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഹരീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിബിൻ KC അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി കരിമ്പാസ് ഫുഡ്സ് ചെയർമാൻ മുസ്തഫ മുഖ്യാതിഥിയായി. അഹോരാത്രം ഒരു 10 ദിവസമായി രാത്രിയും പകലും എന്നില്ലാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് ചില സമയങ്ങളിൽ 2 മണിക്കൊക്കെയാണ് അവർ കിടന്നു വന്നത്. ഇതിന്റെ പിന്നിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം മനുഷ്യ സ്നേഹികളായിട്ടുള്ള പ്രവർത്തകർ നമുക്ക് ഈ ഓണത്തിന് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇത്ര 200-ൽ കിറ്റുകൾ ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഇത്രയും അധികം കിറ്റുകൾ ഇവിടെ ഒരുമിച്ച് കൂട്ടി, ഇവരുടെ സാധനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ഇതൊരു കിറ്റാക്കി വരുമ്പോഴേക്കും അതിന്റെ പിന്നിലുള്ള ഒരു പ്രവർത്തനങ്ങൾ 10 കിറ്റ് ഉണ്ടാക്കണേ തന്നെ നമ്മൾ എന്തെല്ലാം പണിയെടുക്കണം. അപ്പൊ 300-400 കിറ്റോളം ഇവരെ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ കൂടിയാണ് ഈ പരിപാടിയുടെ സംഘടിപ്പിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ കൂടിയ ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നത് എല്ലാത്തവരുമായ ഒരുപാട് മനുഷ്യ സ്നേഹികളുണ്ട്. എല്ലാവർക്കും
ഇതിൽ പങ്കെടുത്ത ഇത് വിജയിക്കാൻ വേണ്ടി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ആശംസ നേരുന്നു. അതിന് മാത്രം വാർഡ് മെമ്പർമാരായ റസിയ രാധാകൃഷ്ണൻ, ഇ.കെ. മുഹമ്മദ് മുസ്തഫ, രാജലക്ഷ്മി, അജേഷ് പള്ളിയിൽ, ജയപ്രകാശ് കള്ളിയോട്, PG വാസൻ ബാബു, നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ അൻസാഫ് തുടങ്ങിയവർ സംസാരിച്ചു.